രേണുസുധിക്കെതിരെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം പുള്ളിക്കാരി ചെയ്യുന്നതാണെങ്കിലും ശരി, അല്ലാതെ ഓരോരുത്തർ വന്ന് പറയുന്നതാണെങ്കിലും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ രേണുസുധിയെ പറ്റി ന്യൂസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ രേണുസുധി ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുകയുണ്ടായിരുന്നു ഇതേ കണക്ക് തനിക്കൊക്കെ കിട്ടിയ വീട്ടിൽ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഈ ഒരു കാര്യം പറഞ്ഞതോടെ കുറേയധികം പ്രശ്നങ്ങൾ വന്നു. കാരണം അത് പണിത് കൊടുത്ത ആൾക്ക് നല്ലോണം പണിതില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, അങ്ങനെ രേണു കള്ളം പറയാണ്, ഞങ്ങൾ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്, ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തന്നെ പോകും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെയും കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ഉണ്ടെങ്കിൽ കിച്ചുവിനെ ഒഫീഷ്യലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കുറേയധികം കാര്യത്തിൽ വിഷമമുണ്ട്, അതൊന്നും ഞാൻ അവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതോടെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞതോടെ ആൾക്കാർ മനസ്സിലാവുന്നതുകൊണ്ട് കിച്ചുവിന് എന്തൊക്കെയോ വിഷമമുണ്ട്, അവർ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ കിച്ചുവിന് വിഷമമുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ആ ഒരു വ്യക്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ രേണുസുധി പുള്ളിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേണുസുധി പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനോ ഒന്നും നിൽക്കരുത്, കുറേയധികം കാര്യങ്ങൾ ചുമ്മാ പറയുവാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ രേണു പറയുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നില്ല. കാരണം ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് വരുന്നത്, അത് റിയലാണോ അത് ഫേക്കാണോ എന്നൊന്നും അറിയത്തില്ല. നേരത്തെ രേണുവിനെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഇപ്പോൾ രേണുവിനെ എതിർത്തുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും ഇതിനൊക്കെയുള്ള മറുപടിയായിട്ട് രേണുസുധി ഇതുവരെ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പം ഉടനെ തന്നെ ഇടാതിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇടുവാണെങ്കിൽ എന്തായിരിക്കും ഇനി പറയുന്നതെന്ന്, ന്യായീകരണം എന്താണ് പറയുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും രേണുസുധി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു.